പ്രിയമുള്ളവരെ, റാഫി ഡൂരാണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നൊരു ടാസ്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിന്നൊരു ഹൈക്കിങ്ങിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 6:30 ഇവിടെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് മസ്കറ്റിലൊക്കെ നല്ല പര വെളുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടതാണ്. വേറൊന്നും വിചാരിക്കണ്ട. നമ്മളിന്നൊരു 750ഓളം സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഒരു വൺ ടാസ്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതാ ഈ കാണുന്ന ഈ ഒരു മല ഫുള്ള് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ എന്നെ കൂടാതെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാനൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. ഗൂഗിൾ മാപ്പ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചു, മണ്ണിൽ കൂടെ കുറച്ച് ഓടണം. അപ്പോൾ അതാണ്ട് ഇത്രയും വണ്ടിക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അവരെല്ലാം തുടങ്ങിയിട്ടുണ്ട്, ഹൈക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന മല കയറി പോകണം. അപ്പോൾ ഈ ഒരു 750 സ്റ്റെപ്പുകളും ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഹൃദയ സംബന്ധമായ ഡോക്ടറെ ഒരിക്കലും കാണണ്ടെന്നാണ് ഇവിടുത്തുള്ളവർ പറയുന്നത് കേട്ടോ. നമുക്കെന്തായാലും ഞാൻ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ പോവാണ്. ഈ വലിയ മലയാണ് കേട്ടോ. ഈ ഒരു വഴി കൂടെ കയറിയിട്ട് അവിടെ മുതൽ സ്റ്റെപ്പുണ്ട്, ഒരു 750ഓളം സ്റ്റെപ്പ്. നമ്മളപ്പോൾ അത് ആ ഒരു ടാസ്ക് ഏറ്റെടുത്ത് നമ്മൾ രാവിലെ ഹൈക്കിങ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്കെന്തായാലും മല കയറി തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഞാനിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പം തന്നെ കുത്തനെ കിടക്കുകയാണ് മല. എത്രത്തോളം ഞാൻ ഇതിൽ വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യുവാണ്. ഞാൻ കയ്യിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. വേണ്ടേ, ഇപ്പം തന്നെ നമ്മൾ ഇത്രയും കയറി വന്നു കേട്ടോ. ഞാനേ കയ്യിൽ വെള്ളവും പിന്നെ ഒരു ആപ്പിളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുപ്പിയും വെള്ളവും മാത്രമാണ്. അവിടെ ഈ വഴിയൊക്കെ നമ്മൾ ഓടി വന്നത്. സ്റ്റെപ്പുകൾ ഇവിടുന്ന് കാണുന്നില്ല കേട്ടോ. സ്റ്റെപ്പുകൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മുമ്പിൽ അങ്ങോട്ട് കയറുമ്പോഴായിരിക്കും സ്റ്റെപ്പുകൾ കാണുക. ഇപ്പം തന്നെ എന്നെ അണയ്ക്കുന്നുണ്ട്. എന്തായാലും രാവിലെ ഈ ഒരു നടത്തവും അതുപോലെ തന്നെ ഈ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചകളൊക്കെ നേരം കുറച്ച് വെളുത്തിട്ടുണ്ട് കേട്ടോ. ആ മലയൊക്കെ നല്ല പ്രകാശിച്ച് തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു റോസ് കളറായിട്ടുണ്ട്. ഇതാ ആ വഴിയൊക്കെ ഓഫ് റോഡാണ്, അതുവഴിയൊക്കെ വണ്ടി ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടത്ത ഈ ഒരു വഴി കൂടെയാണ്. അപ്പോൾ ഈ ഒരു മല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻറ്റിലെത്തും. നല്ലൊരു സൺറൈസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ സ്റ്റെപ്പൊന്നും കാണുന്നില്ല കേട്ടോ. സ്റ്റെപ്പ് ഇടാമെന്ന് എനിക്കറിയില്ല. 750 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റെപ്പ് ഞാൻ കാണുന്നില്ല. എന്തെന്ന് താഴെ നിന്ന് വേറെ ആൾക്കാരും കയറി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ചുകൂടെ മുമ്പോട്ടൊന്ന് നടന്നു പോവാം. ആ കാണുന്ന മലയുടെ മുകളിൽ എത്തണം കേട്ടോ, ടോപ്പിലെത്തണം. എന്നെ ഇപ്പം തന്നെ അണച്ചു തുടങ്ങി ഗൈസ്. ഇപ്പം തന്നെ നല്ല അണപ്പായിട്ടുണ്ട്. ഇത്രയും സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലേ പിന്നെ ഹൃദ്രോഗത്തിന് ചികിത്സിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഞാനിവിടെ സ്റ്റെപ്പ് കാണുന്നില്ല. എനിക്കിനി വേറെ വഴി കൂടെ വല്ലതും കയറണമെന്നും എനിക്കറിയില്ലേ. ഞാൻ ഇത്രയും വന്നിട്ട് സ്റ്റെപ്പ് കാണാൻ പറ്റുന്നില്ല. നല്ല ടയർഡാവുന്നുണ്ട് കേട്ടോ. കുത്തനെ കിടക്കുവാണ്, കുത്തനെ കഠിനം ഈ മല കയറ്റം. ശരിക്കും സ്റ്റെപ്പ് കാണുന്നില്ലല്ലോ. ആ ഉണ്ട് കേട്ടോ, അങ്ങ് ദൂരെ കാണാൻ പറ്റും നമുക്ക് സ്റ്റെപ്പ്. അയ്യോ, അവിടെ എല്ലാം ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നേ. ഓരോരുത്തർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടേ. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റും. വേണ്ട, ആ അവിടെ മൊത്തം സ്റ്റെപ്പാണേ, ഇവിടെ മൊത്തം ഇങ്ങനത്തെ റോഡും. അപ്പോൾ ദാ നമ്മൾ ഇത്രയും ഹൈറ്റിലായിട്ടുണ്ട്. നല്ല 1.5 ഹൈറ്റ് ആയിട്ടുണ്ടേ. ഞാൻ വെള്ളവും കുപ്പി എടുത്തിട്ടുണ്ട്. ഇതേ ശരിക്കും സാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. സാൽ മസ്കറ്റിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളേ, അരമണിക്കൂർ യാത്ര. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നേരെ കുറച്ചൊന്ന് വെളുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സാധാരണ ഒരു മാസം മുമ്പ് ഒരു 6 മണി എന്ന് പറയുമ്പം ഇരുട്ടാണ്, 6:30 ആവും ഒന്ന് നേരം വെളുത്ത് വരണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ 5 മണി ആവുന്നതിന് മുമ്പേ 5:30 നല്ല പരപര വെളുക്കുന്നുണ്ട്. സൺറൈസ് ഇനിയും കാണാൻ പറ്റത്തില്ല, അത്രയും നല്ല പ്രകാശമായി ഇവിടെല്ല. സൂര്യനൊക്കെ നല്ല വൃത്തിക്ക് ഉദിച്ചു. അപ്പോൾ ഈ ഒരു ടാസ്ക് ഞാൻ ഏറ്റെടുത്ത് ഇപ്പോൾ നല്ല അണപ്പുണ്ട്. നമുക്ക് കണ്ടിന്യൂസ്ലി പോകാൻ കഴിയില്ല. നമുക്ക് ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. സ്റ്റെപ്പ് ഇതുവരെ തുടങ്ങിയിട്ടില്ല.
ഇങ്ങനെ കട്ട റോഡിലാണ് പോകുന്നത്. സ്റ്റെപ്പ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് കാണാൻ പറ്റും. ഗോപ്രോ ആയതുകൊണ്ട് സൂം ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. അവിടെയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയേ കണ്ടൊരു മരമാണേ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഇരിക്കുന്ന ഒരു കിളിക്കൂടാണേ. നല്ല രസമുണ്ട്, നല്ല രസമുള്ളൊരു ചെറിയ കിളിക്കൂട് ഗൈസ്. ഒരുപാട് കയറി വന്നു കേട്ടോ. നല്ല എഫേർട്ട് വേണം കയറി വരാൻ വേണ്ടിയിട്ട്. ഇനിയും നമ്മൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ എത്തിയിട്ടില്ല. ചില ആളുകൾ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ എത്തിയിട്ടില്ല. എനിക്ക് നല്ല കൗതുകമായിട്ട് തോന്നിയത് ഈ ഒരു മരമാണ് കേട്ടോ. ഒറ്റ ഇലയില്ല ഈ ഒരു മരത്തിൽ. ഇത് കണ്ടോ, അതിനകത്തൊരു കിളിക്കൂടും. അതെന്തായാലും നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും നല്ലതാ. ഇതുണ്ടോ, ഇത്രയും ടോപ്പിലെത്തി കേട്ടോ നമ്മൾ കയറി. അങ്ങ് ദൂരെ നമുക്ക് ഹൈവേ കാണാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, ഇവിടെ എല്ലാം കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നല്ല ടോപ്പിലെത്തി നമ്മൾ. ഇവിടെ താപ്പോട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കുറച്ച് നേരം അവിടെ ചെന്നിട്ട് ആ സ്റ്റെപ്പിന് മുമ്പായിട്ടൊന്ന് ഇരുന്ന് കുറച്ച് വെള്ളമെല്ലാം കുടിക്കണം. എന്നിട്ട് വേണം നമുക്ക് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് അറിയാം എന്താണെന്ന്. ഇതുണ്ടോ, ഈ ആ മലയുടെ ടോപ്പിൽ വേണം നമുക്ക് കയറാൻ. എന്തായാലും അടിപൊളി സംഭവമാണ്. ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കിടിലൻ സംഭവം. ഞാനെൻ്റെ ഈ രണ്ട് പയ്യന്മാർ കയറി വരുന്നുണ്ട് കേട്ടോ താഴേന്ന്. പിന്നെ കുറേ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇതൊക്കെ മുള്ളാണേ, കട്ട മുള്ള. ഇതിനകത്ത് കാണാം തുണി കാണാം. നമ്മുടെ പോകുന്ന വഴി ഇങ്ങനെ കൊണ്ട് വലിച്ചാലേ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ തുണി കീറിപ്പോവും. അത്രയ്ക്ക് കിടിലം മുള്ളാട്ടോ ഇത്. കണ്ടോ, ഫുള്ള് മുള്ള് ചെടിയത്. ഇതാ ഇവിടെയുണ്ട്. ഇവിടെയും അതേ മുള്ള് ചെടിയാണ്. കണ്ടോ, മുള്ളു മാത്രമേ ഉള്ളൂ, ഇലകളൊക്കെ കിളിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് കുറച്ചിങ്ങനെ കയറി വന്നപ്പോഴേ ഇതാ ഇവിടെ ഒരു പാറയിൽ കുറച്ച് പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സുൽത്താൻ്റെ രണ്ട് പേരുടെയും, പഴയ സുൽത്താൻ്റെയും പുതിയ സുൽത്താൻ്റെയും പടം വരച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാറയ്ക്കകത്ത്. ഇതുണ്ടോ, ഇതുവഴിയൊക്കെ വെള്ളം ഒലിച്ച് പോകുന്നത് കേട്ടോ. നല്ല ഹൈറ്റായിട്ടോ. നമ്മൾ തോഴ വണ്ടിയുള്ള ഇനിയും കിടക്കുകയാണ് കയറാൻ. ഒരുപാടുണ്ട്. ഇത് ഡബിൾ ടാസ്ക്കാണ് കേട്ടോ. സ്റ്റെപ്പ് മാത്രമല്ല, സ്റ്റെപ്പിന് മുമ്പ് തന്നെ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലവും ടാസ്ക് തന്നെ. ഇവിടെ ഇച്ചിരി ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമുണ്ട്, നേരെ കിടക്കുക. അതുകൊണ്ട് സാരമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലായിരിക്കും സീനാവുന്നത്. എന്തായാലും നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. ഈ റോക്കിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ തലയോട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ട്. അത് റോക്കാണ്, പക്ഷേ തലയോട്ടി ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. ഈ പാറകളുടെയൊക്കെ പ്രത്യേകത അതാണ്. ഒരുമാതിരി എന്തെല്ലോ ഒരു ഷേപ്പ് പോലെ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമ്മളിപ്പോൾ ഈ മാനത്തൊക്കെ കാണില്ലേ നമ്മൾ ഷേപ്പുകൾ, അതുപോലത്തെ ഷേപ്പുകളാണ് ഈ ഒരു പാറയ്ക്കൊക്കെ ഉള്ളത്. അതായത് ഇവിടുന്ന് കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റെപ്പ് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളേ ഇതുവരെ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, കുത്തനെ കിടക്കുകയാണ് മല. ഇതുണ്ടോ, ഈ കുത്തനെ കിടക്കുന്ന മല കയറി കഴിഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തി. അയ്യോ, വല്ലാത്ത ജാതി കഠോരമീ മല കയറ്റം. ഇതുകൊണ്ടോ കുത്തനെ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലമാണേ. ടോപ്പിലെത്തിയപ്പോൾ കേട്ടോ നമ്മുടെ വണ്ടി എവിടെയോന്ന് പോലും കാണാൻ കഴിയുന്നില്ല. ദൂരെ ആ ഒരു ബിദ്ബിദ് ടൗണൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതൊക്കെ മേളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന കേട്ടോ. ഇതുണ്ടോ, മല ഇളകി കിടക്കുന്നുണ്ടോ. ഏറ്റവും ടോപ്പിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലം. എൻ്റെ മോനെ, നീ ഇങ്ങനെ കുത്തനായി കേട്ടോ മല. സീൻ സാധനം, സംഭവം മാറി. ഇനി ആട് കാലിനൊക്കെ പ്രശ്നം വരാൻ പോകുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെ വയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയേക്കുന്ന സംഭവങ്ങളാണ്. വെള്ളം ഒലിച്ചു പോയ സംഭവങ്ങളാണ്. കുഴിയായി കിടക്കുന്നുണ്ടോ, അവിടെ എല്ലാം വയറൊക്കെ ഉണ്ട്. ഇതാ വിണ്ട് കീറി കിടക്കുന്നു കേട്ടോ മല.
വെള്ളം വീണിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് മേളിൽ നിന്ന് ഇതാണ് വലിയ വാദ്യമാവുന്നത് കേട്ടോ. ഇവിടെ വെള്ളം താഴത്തില്ലല്ലോ, ഇങ്ങനെ ഒലിച്ചിങ്ങനെ നടക്കും. നമ്മുടെ നാട്ടിലെ കൂട്ട് വെള്ളം മണ്ണിനടിയിലോട്ട് താഴത്തില്ല. ഇതുണ്ടോ, ഇതൊക്കെ വെള്ളം വന്ന് രണ്ടായ മലകളാണ്, 3ആയിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ കേട്ടോ. ഇതൊക്കെ വലിയ വാതി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അയ്യോ വയ്യ മോനെ, ഞാൻ അവിടെ കുറച്ച് നേരം ഇരിക്കണം. കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം സ്റ്റെപ്പ് കയറാൻ. ഇത് കണ്ടോ, ഈ ഒരു കുഴി വെള്ളം വീണ് രണ്ടായ മലകളാണ് ഇതൊക്കെ. ഇതുണ്ടോ, ഇവിടെയൊക്കെ നല്ല ടോപ്പായിട്ടുണ്ട്, അടിപൊളി. ഇതുണ്ടോ, അപ്പുറത്ത് ഇതുപോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഇതുപോലെയാണ്. അത് ഈ വെള്ളം വീണ് കുത്തൊലിച്ച് വെള്ളം വീണ് ഇതാവുന്നേ. ഇതുണ്ടോ, ഇത്രയും ടോപ്പിൽ നമ്മൾ കയറി. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 പയ്യന്മാർ വരുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു വെള്ളം വീണിട്ട്. ഇതുകൊണ്ട് ഇവിടുന്ന് സ്റ്റെപ്പുള്ളത് കേട്ടോ. സ്റ്റെപ്പിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് ഏറ്റവും മഴ പെയ്തോ. അതായത് കണ്ടോ, ഇതൊക്കെ സ്റ്റെപ്പിൻ്റെ തുടക്ക ഭാഗങ്ങളാണേ. അതെല്ലാം എന്താ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. അയ്യോ, അത്രയ്ക്ക് ഒരു മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കുത്തൊലിച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്നാണ് ഈ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അവിടുന്ന് ഇങ്ങനെ ഇതുണ്ടോ ഇളകി കിടക്കുന്നേ. അയ്യോ, വെള്ളം വീണണ്ടേ. എവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എണ്ണാനും കഴിയില്ല, എന്നുവെച്ചാൽ മൊത്തം പകുതിയും പോയി. വലിയ വലിയ സ്റ്റെപ്പുകളാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മേളിൽ നിന്ന് കുത്തൊലിച്ച് വെള്ളം വീണിട്ട് സ്റ്റെപ്പുകളിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. അയ്യോ അയ്യോ, ഇനിതാ ഇങ്ങനെ നടന്നു പോകണം. അപ്പോഴേ ഗൈസ്, സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ഇനിയിപ്പോൾ കൗണ്ട് ചെയ്യാനും കഴിയില്ല. സംഭവം എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് കുത്തൊലിച്ച് വെള്ളം വീണിട്ടേ സ്റ്റെപ്പുകളിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുക. അതിൻ്റെ തുടക്ക ഭാഗമെല്ലാം കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതുണ്ടോ, സ്റ്റെപ്പിൻ്റെ പലതും ഇല്ല, ഇവിടെ എല്ലാം പോയി. എൻ്റെ അമ്മൂ, ഇവിടുന്ന് ഇളകി കിടക്കുക. ഒരുപാട് ഇങ്ങ് വന്നു കേട്ടോ ടോപ്പിൽ. ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടെ ഇതുണ്ടോ, സ്റ്റെപ്പ് കിടക്കുന്നുണ്ടോ, മൊത്തം പോയി. ഇനി ഇതുവഴി നടന്നു പോകണം. മല ഇളകിയിട്ടേ വെള്ളം വീണ്ടേ സ്റ്റെപ്പ് പോയി. എന്താ ചെയ്യലേ. പക്ഷേ സ്റ്റെപ്പിൽ നടക്കുന്നതിൽ നല്ലത് ഇപ്പുറത്ത് വഴി നടക്കുന്ന കേട്ടോ. അയ്യോ, കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം. എന്നുവെച്ചാൽ ഇനിയും കയറാനുണ്ട് ഒരുപാട്. സ്റ്റെപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്റ്റെപ്പിൽ കൂടെ കയറുന്നതാണ് കാലുവേദനയ്ക്കെല്ലാം പ്രശ്നമാവുക. അപ്പോൾ നമ്മളേ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്യായ സംഭവം എന്ന് പറഞ്ഞാൽ അന്യായ സംഭവമാണ്. താഴെ നിന്ന് പയ്യന്മാരെല്ലാം കയറി വരുന്നുണ്ട്, 2 പിള്ളേർ. എന്തായാലും കൊള്ളാം, അടിപൊളി സാധനമാണ്. ഇനിയും കയറാനുണ്ട്. ഞാൻ ഈ സ്റ്റെപ്പ് തുടങ്ങുന്ന സ്ഥലമെല്ലാം ഒന്ന് കൗണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടെ നിന്നേ പോയി. ഇനി എത്ര സ്റ്റെപ്പ് പോയെന്നൊന്നും അറിയില്ലല്ലോ. കുറേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. എന്നാലും 750 അരിമേളിലുണ്ടാവും. ഇതാ അങ്ങനെ കിടക്കുക കുത്തനെ സ്റ്റെപ്പ്. ഇതാണ് മെയിൻ ടാസ്ക് കേട്ടോ. മെയിൻ ടാസ്ക് ഇത് തന്നെയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മൾ എത്രത്തോളം കയറി വന്നാണ്. ആ ഒരു ടവലൊക്കെ എടുത്തതാണ്. ഭയങ്കര സംഭവം തന്നെ. ചെറുക്കന്മാരിങ്ങ് എത്തി കേട്ടോ. കം കം. യെസ്, അലൈക്കുസ്സലാം. പിള്ളേർ കയറി വരുന്നത് കേട്ടോ. അവരവിടെ നിന്ന് താഴെ നിന്ന് കയറി വന്നത്. ഞാൻ വരുന്നതിന് മുമ്പേ വന്നത്. പക്ഷെ അവരിങ്ങ് മുമ്പോട്ട് പോയി. ഞാൻ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ. അത്രയ്ക്ക് നല്ല സംഭവമാണ്. നല്ല പണി കിട്ടും. അതുകൊണ്ട് ഇരുന്ന് കയറി പയ്യെ വെള്ളമൊക്കെ കുടിച്ച് പയ്യെ പോവാം. ചെക്കന്മാരുടെ വെള്ളമൊന്നുമില്ല. അതിവിടുത്തെ ആൾക്കാരാട്ടോ, ചെറുക്കന്മാർ. നമുക്ക് ഇവിടെ ഇരുന്നാലും അങ്ങോട്ട് അപ്പുറവശത്ത്, മലയുടെ അപ്പുറവശത്ത് ഓഫ് റോഡ് വണ്ടി ഓടുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടോ,
അവിടെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ ഓഫ് റോഡ് ഓടുന്നതാണ്. നമ്മളിപ്പോൾ ശരിക്കും മലയുടെ ടോപ്പിലെത്തി. ഇതുണ്ടോ, നല്ല ഹൈറ്റിലാണ്. ഓരോരുത്തരേ ആ പുള്ളിക്കാരൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നൊരു സ്റ്റെപ്പ് എടുത്ത് നോക്കും, അങ്ങോട്ട് പോവും, പിന്നെ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് കയറി പോകുന്നത്. അല്ലാതെ നടക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടിന് ഭയങ്കര വേദനയായിരിക്കും. അപ്പം ഞാനും അങ്ങനെ തന്നെ പോവാം. ചെക്കന്മാരങ്ങ് മുകളിലെത്തി. മോനെ അടിപൊളി കേട്ടോ, ടോപ്പിലെത്തിയേ നമ്മൾ, മലയുടെ ടോപ്പിലെത്തി. ഗൈസ് നടക്കുവാണ് കേട്ടോ. ഹലാക്കിൻ്റെ അവലും കഞ്ഞിയായി. അയ്യോ, ആ ഫ്രണ്ടിൽ പിന്നെയും ടോപ്പായിട്ട് കിടക്കുക, ഇങ്ങനെ കുത്തനെ കിടക്കുക. എൻ്റെ മോനെ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ആ പുള്ളിക്കാരനെ കുറച്ചിങ്ങനെ, പിന്നെ കുറച്ചിങ്ങനെ, കുറച്ചിങ്ങനെ, പിന്നെ കുറച്ചിങ്ങനെ, ഇങ്ങനെയാണ് നടക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ കയറും, വേണ്ടായിരുന്നു ചിന്തിക്കുക. അപ്പോൾ അത്രയ്ക്ക് ടാസ്ക് ആയിട്ടുണ്ട് സംഭവം. ഇവിടെ ഓരോ മലകളൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴേ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും കിടക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഇത്രയും സ്റ്റെപ്പുകൾ. ഇതേ ഒരു പുള്ളിക്കാരൻ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു, ഓടി ഓടി വരുന്നു. ഫിനിഷ്. ഗൈസ് നമ്മൾ ലൈഫിൽ എഫർട്ട് എടുക്കുക, പിന്നെ സോളോ ട്രിപ്പ് ആസ്വദിക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ സോളോ ട്രിപ്പാണ്. എന്താണെന്നറിയാം, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാം, കിടക്കാം, നമ്മളാരും തിരുത്താനുണ്ടാവില്ല. നമുക്ക് പറ്റുമ്പോൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം, എന്നിട്ട് പിന്നെ യാത്ര തുടരാം. പക്ഷേ കൂട്ടത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ഇതുണ്ട് സ്റ്റെപ്പ് കിടക്കുന്നുണ്ടോ, കുത്തനെ കിടക്കുമോ, ഇനിയുണ്ട് ഇതേപോലെ കുത്തനെ ഒന്നും കൂടെ. അപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്ര ആസ്വദിക്കാൻ പറ്റിയുണ്ടല്ലോ, ഇതിൽ പരം നൈസ് സംഭവം വേറെ ഇല്ല. കിഡുവാണ് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുക. ഇതുണ്ടോ സ്റ്റെപ്പ് കിടക്കുന്നുണ്ടോ. ഇത്രയും കയറി കഴിഞ്ഞാൽ നമുക്ക് ഹൃദ്രോഗ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല, ഹൃദ്രോഗ ഡോക്ടറെ കാണേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ശരിക്കും ഉള്ളതാണ് കേട്ടോ. നൈസായിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു ഇത്രയും തുടങ്ങിയപ്പോൾ. പക്ഷേ ഞാൻ ഇങ്ങനെ കയറിയിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് കിട്ടിയ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ വീട്ടിൽ ഇരുന്ന് കിടന്ന് ഉറങ്ങാൻ കിട്ടത്തില്ല കേട്ടോ. ഇതുണ്ടോ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്, അത് നടന്ന് കയറിയിരിക്കുകയാണ്. ഈടൊക്കെ സ്റ്റെപ്പ് കിടക്കുന്നുണ്ടോ, ഒരു സാധനം. ഓ ഇനിയും കയറാനുണ്ട്. അപ്പോൾ ഗൈസ് പൊളിക്കുക എല്ലാവരും. മാക്സിമം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, അല്ലാത്തവർ കൂട്ടത്തിൽ യാത്ര ചെയ്യുക. ഇനി എനിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതല്ലോ സ്റ്റെപ്പ് ഇപ്പോൾ ഇങ്ങനെയായി, നമ്മുടെ തലയ്ക്ക് മേളിലായി സ്റ്റെപ്പ്, അങ്ങനെയായി കുത്തനെയായി. അയ്യോ എൻ്റെ മോനെ, ഓരോ ഒന്നൊന്നര സംഭവം തന്നെ കേട്ടോ. ഗൈസ് സ്റ്റെപ്പ് കിടക്കുന്നുണ്ടോ, ഏകദേശം 750ഓളം സ്റ്റെപ്പാണുള്ളത്. അണച്ചിട്ട് വയ്യ. ഞാൻ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് ഇനി ഏറ്റവും ടോപ്പിലെത്തിയിട്ട് വേണം കുറച്ച് റെസ്റ്റ് എടുക്കാൻ. ഇവിടെ നിൽക്കുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, പൊളി സംഭവമാണ്. കുറച്ച് മച്ചന്മാർ ഇറങ്ങി വരുന്നുണ്ട്, അടിപൊളി സംഭവമാണ്. ഇവരെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി വരുന്നവരാണ് കേട്ടോ, നടന്നു വരുന്നത്. ഹായ് ഗുഡ് മോർണിംഗ്. ഫൈൻ. പുള്ളിയൊക്കെ കട്ട ഓട്ടോ, ഭയങ്കര ഫിറ്റ്നസ് ഉള്ള ആളാണ് കേട്ടോ. അയ്യോ പൊളി സംഭവം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവം. ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോയിരുന്നെങ്കിൽ ഈ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും നൈസായിട്ടുണ്ട്, അടിപൊളി. ഇതുണ്ടോ കുത്തനെയായി മല, നമ്മളെ മലയുടെ കുത്തനെയായി. ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് കാല് തെറ്റിയാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഉരുണ്ട് പോതാ. ഇപ്പോൾ പോയ പുള്ളി ഇങ്ങനെ ഓടുന്നുണ്ടോ, പൊട്ടുപോലെ കാണുന്നില്ലേ, അതാണ്. ഇതെല്ലാം സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൻ്റെ അവിടുന്ന് പിന്നെ പോയി കേട്ടോ, വെള്ളം ഒലിച്ചിട്ട് പോയിട്ടുള്ള. സോ ഗൈസ് നമുക്കേ മേളിൽ ചെന്നിട്ട് കാണാം. നമ്മൾ ഫൈനലി കുറച്ച് ടോപ്പിലെത്തി കേട്ടോ. ഇവിടെ ഇന്ന് മസ്കറ്റിൻ്റെ മറ്റൊരു ഭാഗം കാണാൻ പറ്റും. ഇതുണ്ടോ ഇവിടെ കുറച്ച് മച്ചന്മാർ
ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് താഴേന്ന് കണ്ടൊരു മലയുടെ ചോപ്പിലെത്തി. വ്യൂ പോയിൻ്റ് കണ്ടോ, ജാതി സാധനം. നമ്മളിത്രയും കയറി വന്നിട്ടേ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ആണ് ഈ സാധനം. ഓക്കെ, ഇനി ഇത്രയും സ്റ്റെപ്പും കൂടെ കയറാനുണ്ട്. ഇത് സംഭവം സെറ്റ്. ഇവിടെ ഈ സ്റ്റെപ്പ് പണിഞ്ഞവരെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും സ്റ്റെപ്പ് പണിഞ്ഞിട്ടില്ലേ, സ്റ്റെപ്പ് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പുകൾ. ഇത് അയ്യോ, വ്യൂ പോയിൻ്റ് 1.5 വ്യൂ പോയിൻ്റ് കേട്ടോ. ഇത് നമ്മൾ ഗാലയിലേക്ക് പോകുന്ന റൂട്ടാട്ടോ. നമ്മൾ കയറി വന്നിട്ട് ഒരു വ്യൂ പോയിൻ്റായി. ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അവരെന്നോട് പ്രത്യേകം പറയുന്നത് എന്താ അറിയോ, വീഡിയോ എടുക്കല്ലേന്ന്. ഇവരൊക്കെ കുറച്ച് അങ്ങനത്തെ ടീമാണ്, വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇത് 1.5 വ്യൂ പോയിൻ്റ് മോനെ. ഇനി സ്റ്റെപ്പ് കിടക്കുന്നത് വയ്യ എനിക്ക് പറയാൻ, ക്ഷീണിച്ചൊരു പരുവായി. അയ്യോ, എന്തുമാത്രം ടോപ്പിലുള്ളതെന്നറിയോ. ഇതുണ്ടോ, വാവ്, 1.5 സാധനം ഗൈസ്. ഇതെന്തോ ഇത്, ആകാശത്തിലേക്കുള്ള സ്റ്റെപ്പോ? നമുക്കതിൻ്റെ മുകളിലൊരു ടവർ കാണാൻ പറ്റും കേട്ടോ. ഇതാ ആ സൈഡിൽ കാണുന്ന ടവറാണേ, അതിൻ്റെ അടുത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അയ്യോ, ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു 1.5 വ്യൂ തന്നെ കേട്ടോ. വെയിലായി തുടങ്ങി. ഗൈസ്, തൊണ്ടയൊക്കെ പറ്റുന്നു. ഇത് 750 അല്ല കേട്ടോ, അമ്മക്കാലും മേളിൽ, അതിനേക്കാളും മേളിൽ ഏറ്റവും ടോപ്പിലുള്ള. അയ്യ, ഇത്രയും വിചാരിച്ചില്ല കേട്ടോ, ഇത്രയും വ്യൂ കിട്ടുമെന്ന് വിചാരിച്ചില്ല. നൈസ് സാധനം ഉണ്ടോ, എത്രക്കാരും ഹൈറ്റിലാണ് നിൽക്കുന്ന അറിയോ. ഗൈസ്, അങ്ങനെ ഇവിടെ സ്റ്റെപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അല്ലാതെ കുറച്ച് നടക്കണം. ഇതാ അവിടെ എത്തണം, ആ വ്യൂ പോയിന്റിൽ എത്തണം. കണ്ട ഇത്ര അവിടെ പിള്ളേർ അവിടം വരെ എത്തി. ആശ്വാസമായി. ഇങ്ങനെ ഇപ്പോൾ നടക്കുന്നുണ്ടേ, ആ കുത്തനെയുള്ള ഏറ്റം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസമായി. ഇപ്പം നേരെയുള്ള കുറച്ച് സ്ഥലം കിട്ടി, അതുവഴി നടക്കുന്നേ. ഗൈസ്, ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചേർത്തേ. ഒരു 1.5 കാഴ്ച. അയ്യോ, എന്തൊരു കാഴ്ചയാണെന്നറിയത്. വാവ്, ഇത് കേട്ടോ, എന്തുമാത്രം ടോപ്പിലാണെന്നറിയാമോ നമ്മൾ കയറി വന്നത്. ഹൈക്ക് ചെയ്തിട്ട് എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടേ 1.5 സംഭവം മക്കളെ. അവിടെ വ്യൂ പോയിന്റ്, ഇതാ ഇവിടെയും വ്യൂ പോയിന്റ്. നമ്മളങ്ങനെ ഇവിടെ കുറച്ച് നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കും. താഴെ ഒരു വാദിയും ഒരു ചെറിയ ഗ്രാമമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സംഭവം പൊളി, അടിപൊളി, നൈസ് എക്സ്പീരിയൻസ്. നല്ല കാറ്റ്, ഇവിടെ തണുത്ത കാറ്റ്, നല്ല കിടിലൻ തണുത്ത കാറ്റ്, അടിപൊളി. ഗൈസ്, നമുക്കിങ്ങനെ മേളിൽ വരുമ്പോഴേ ഒരു ടവറൊക്കെ കാണാൻ പറ്റും കേട്ടോ, ഏറ്റവും ടോപ്പിലേത്. എനിക്കതല്ല സംശയം, ഇവരെങ്ങനെ ഇവിടെ സാധനം എത്തിച്ചെന്നുള്ളത്. ഒന്നുകിൽ ഹെലികോപ്റ്ററിലായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മസ്കറ്റ് ഏരിയ മൊത്തം കാണാം കേട്ടോ. ആ കാണുന്ന മസ്കറ്റ് ഏരിയ 30 കിലോമീറ്റർ നമ്മൾ ഓടിച്ച് വരണം. എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മസ്കറ്റ് കാണാൻ പറ്റും. ആ കാണുന്നെല്ലാം മസ്കറ്റാണ്. ഓക്കെ, ആ ചെക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒന്നുകിൽ ഇവിടെ ഹെലികോപ്റ്ററിലായിരിക്കും സാധനം എത്തിച്ചത്. ഇതൊക്കെ അല്ലെങ്കിൽ ഇവിടം വരെ എത്തിക്കണ്ടേ. ഇത് മറ്റേ സോളാറിൻ്റെ സംഭവം കേട്ടോ.
സോളാർ സാധനം ഏറ്റവും ടോപ്പിൽ. അതിമനോഹരമായ കാഴ്ചകളാണ് ഗൈസ്, അതിമനോഹരമായ കാഴ്ചകൾ. അമ്മാരോട് എന്തെടുക്കുക ഇതുണ്ടോ, ബാറ്ററിയാണ് ഈ ഇരിക്കുന്ന മൊത്തം, ഹൈ ലെവൽ ബാറ്ററിയാണ്. ടോപ്പിലെത്തി കേട്ടോ നമ്മൾ. ഇത് ഇവിടുത്തെ റേഞ്ചൊക്കെ പിടിക്കുന്ന സാധനമില്ലേ, ആ സാധനം ഇത്. ഒമാൻ്റെ ഒരു ഫ്ലാഗ് ഉണ്ട്. ഒന്നൊന്നര ഫ്ലാഗ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഓരോരുത്തർ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ലോ കേരള, നമ്മുടെ ആളാണല്ലോ അല്ലേ. കേരള എത്തിയിട്ടുണ്ട്, കേരള എഴുതിയിട്ടുണ്ട്. ഇവിടെ പേരെഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ വന്ന് പേരെഴുതിയിട്ടുണ്ട് ആൾക്കാർ. രാജലക്ഷ്മി, അബ്ദുള്ള, വഹീദ്, സ്കോളൻഡ്, അങ്ങനെ കുറേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളായിട്ട് എന്തിന് കുറയ്ക്കണം, എഴുതാൻ നമുക്ക് ഒന്നുമില്ലല്ലോ, കരിയൊന്നുമില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു കരി കിടപ്പുണ്ട്, നമുക്കൂടെ എഴുതി വെക്കാം. കരി പോയി. RAFI റാഫി അഡൂർ. പൊളിച്ചി. വാട്ട്സ് യുവർ നെയിം? അഹമ്മദ്. ഹായ്. ഇവിടെ വന്നിരിക്കും കേട്ടോ. ഭയങ്കര കുത്തനെ കിടക്കുന്നൊരു ടോപ്പ് മലയാണ് ഇത്. കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഉള്ളതാ. എനിക്കിവിടെ നിൽക്കാൻ പേടി വരുന്നു. ഇവിടുത്തെ ടവറാണേ സംഭവം. ഇവിടെ കണ്ണൂരുള്ള ആറ് കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഞാനേ വന്നപ്പോൾ ഒരു ആപ്പിളൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ആപ്പിൾ കഴിച്ചിട്ട് പോവാം. തൊണ്ടയൊക്കെ വറ്റി. വെള്ളം ഇരിപ്പുണ്ടായിരുന്നു, വെള്ളം കൊണ്ടുവന്ന ഭാഗ്യം. അപ്പോൾ ഇവിടെ വെള്ളം ഇല്ലാതെ വന്നായിരുന്നാൽ ഞാൻ പെട്ടുപോയേനെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിളൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇനി വേണം, ഇനി എപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ബൈ ഗൈസ്. നമ്മുടെ അടുത്തൂടെ ഒരു സാധനം പോയതുണ്ടോ? വാവ്, അടിപൊളി പൊളി സാധനം. അയ്യോ, തൊട്ടടുത്തൂടെ പോയിട്ടോ. ഞാൻ കണ്ടില്ല കേട്ടോ. ഈ ആപ്പിൾ തിന്നാൻ വേണ്ടിയിട്ട് വന്നതാണേ. നല്ല അടിപൊളി ഒരു സാധനം. പേടിച്ചു പോയി. ഒരു വല്ലാത്ത കളറും. ഇതിവിടുത്തെ ഹൈ വോൾട്ടേജ് റൂമാണേ. അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാം. വാവ്, കിടു വ്യൂ. അല്ലേ, നമ്മൾ ക്യാമ്പ് ചെയ്ത ടീമിനെ കണ്ടതുകൊണ്ട് അവിടെ കേട്ടോ, ആ മലയുടെ താഴെയാണ്. അവിടെ നിന്ന് ഒരുപാട് കയറാണ്ട്. അപ്പോൾ ഗൈസ്, ഏറ്റവും സാൽ ഹൈക്കിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മളെത്തി. ഹൈക്കിങ് ഇവിടെ എത്തി നമ്മൾ കംപ്ലീറ്റ് ആക്കി. എന്താ പറയുക, ആദ്യമേ തിരിച്ചു പോകണമെന്നൊക്കെ വിചാരിച്ച ഞാനാ. നമ്മൾ ഹൈക്കിങ് കംപ്ലീറ്റ് ആക്കി. എഫർട്ട് എടുത്താലേ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഓക്കെ, ഈ ഒരു മല എന്തായാലും കയറാൻ പറ്റി. ഞാൻ തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു ആശ്വാസമൊക്കെ തോന്നുന്നു കുറച്ച് നേരം അവിടെ വന്നിരിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു മല കയറി കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഡോക്ടറെ നമുക്ക് കാണേണ്ടതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനി ഞാൻ ചെന്ന് ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണുമെന്നുള്ള ഒരു പേടിയാണ് എനിക്കുള്ളത്. എന്തായാലും നൈസ് എക്സ്പീരിയൻസ്. രാവിലെ ഈ ഒരു വെയിലൊക്കെ കൊണ്ട്, വിറ്റാമിൻ സി ആണോ ഡി ആണോ അറിയില്ലേ, ആ ഒരു വെയിലൊക്കെ കൊണ്ട് നമ്മളിവിടെ കയറി പൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു റീഫ്രഷ്മെൻറ്റ് കിട്ടി മൈൻഡിന്. ഈ കാഴ്ചകൾ നമ്മളെ പുതപ്പിട്ട് മൂടി കിടന്ന് ഉറങ്ങിയാൽ കിട്ടത്തില്ല കേട്ടോ. നൈസായിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് പയ്യെ ഇറങ്ങണം. പയ്യെ ഇറങ്ങിയിട്ട്
ഇനി എത്ര മണിക്കൂർ പിടിക്കുമെന്ന് അറിയത്തില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് കയറാൻ 1.5 മണിക്കൂർ മുകളിലായി കേട്ടോ. ഇനി ഇറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു വല്ലാത്ത വിഷമം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം. ഒമാനിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.